നമ്മൾ ന്യൂസ് ഡേ കോഡിലേക്ക് കടക്കുകയാണ്. രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന നിയമസഭാ സമ്മേളനം ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ്. ഇത്തവണ സഭയിൽ ഉയർന്നു വരാനുള്ള വിവാദ വിഷയങ്ങൾ നിരവധിയാണ് എന്ന് നമുക്കറിയാം. എന്നാൽ ഇതാ തുടക്ക ദിനത്തിൽ തന്നെ വിവാദങ്ങൾ കൊണ്ട് നിറയുകയാണ് ഇത്തവണത്തെ സമ്മേളനം. പറഞ്ഞു വരുന്നത് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തെക്കുറിച്ചാണ്. 1 മണിക്കൂർ 51 മിനിറ്റാണ് ഗവർണർ ഇന്ന് നയപ്രഖ്യാപനം വായിച്ചത്. നയപ്രഖ്യാപന പ്രസംഗത്തിന് പിന്നാലെ നാടകീയ രംഗങ്ങൾക്കാണ് സഭ സാക്ഷ്യം വഹിച്ചത്. കേന്ദ്ര സർക്കാരിനെതിരായ വിമർശനങ്ങളിൽ ഗവർണർ കൂട്ടിച്ചേർക്കലുകളും ഒഴിവാക്കലുകളും നടത്തിയെന്ന് സഭയിൽ മുഖ്യമന്ത്രി. പ്രസംഗം വായിച്ച ഗവർണറെ യാത്രയച്ച ശേഷമായിരുന്നു മുഖ്യമന്ത്രിയുടെ ഈ അസാധാരണ നീക്കം. എന്താണ് സഭയിൽ സംഭവിച്ചത് എന്ന് വിശദമായി പരിശോധിക്കുകയാണ് നമ്മൾ. എന്തായിരുന്നു നയപ്രഖ്യാപനത്തിലെ ഗവർണറുടെ ആ കൂട്ടിച്ചേർക്കലുകളും ഒഴിവാക്കലുകളും നോക്കാം. Kerala's share of tax devolution has steadily declined despite its social and demographic achievements, including population control from 3.87% during the 10th Finance Commission period to 1.92% during the 15th Finance Commission period. My government feels tax devolution and Finance Commission grants are constitutional entitlements of states, and any pressure on constitutional bodies entrusted with this task undermines federal principles. പറഞ്ഞതുപോലെ 1 മണിക്കൂർ 51 മിനിറ്റ് ആയിരുന്നു ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം. അതിവിടെ മുഴുവൻ കൊടുക്കാൻ നമുക്ക് സാധ്യമല്ല. കൂട്ടിച്ചേർത്ത ഭാഗം മാത്രമാണ് കൊടുത്തത്. ഇനിയിപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിലേക്ക്. മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപന പ്രസംഗത്തിലെ ഖണ്ഡിക 12, 15, 16 എന്നിവയിൽ ബഹുമാനപ്പെട്ട ഗവർണറുടെ പ്രസംഗത്തിൽ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഭരണഘടനയുടെ അന്തസ്സത്തക്കും സഭയുടെ കീഴ്വഴക്കങ്ങൾക്കും അനുസൃതമായി മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപന പ്രസംഗമാണ് നിലനിൽക്കുന്നത്. മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപന പ്രസംഗത്തിലെ ഖണ്ഡിക 12-ലെ ആദ്യ വാചകം ഇപ്രകാരമാണ്: കോട്ട്, ഇത്തരം സാമൂഹ്യവും സ്ഥാപനപരവുമായ നേട്ടങ്ങൾ കൈവരിച്ചിട്ടും ധനകാര്യ ഫെഡറലിസത്തിന്റെ ഭരണഘടനാപരമായ തത്വങ്ങളെ ദുർബലപ്പെടുത്തുന്ന യൂണിയൻ ഗവൺമെന്റിന്റെ തുടർച്ചയായ പ്രതികൂല നടപടികളുടെ ഫലമായി കേരളം ഗുരുതരമായ സാമ്പത്തിക ഞെരുക്കം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഉദ്ധരണി അവസാനിച്ചു. ഈ വാചകം ബഹുമാനപ്പെട്ട ഗവർണർ ഒഴിവാക്കിയിട്ടുണ്ട്. മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപന പ്രസംഗത്തിലെ ഖണ്ഡിക 15-ലെ അവസാന 2 വാചകങ്ങൾ ഇപ്രകാരമാണ്: സംസ്ഥാന നിയമസഭകൾ പാസാക്കിയ ബില്ലുകൾ ദീർഘകാലമായി കെട്ടിക്കിടക്കുകയാണ്. ഈ വിഷയങ്ങളിൽ എൻ്റെ സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുകയും അവ ഒരു ഭരണഘടനാ ബെഞ്ചിന് റഫർ ചെയ്തിരിക്കുകയുമാണ്. ഉദ്ധരണി അവസാനിച്ചു. ഈ വാചകം ബഹുമാനപ്പെട്ട ഗവർണർ ഒഴിവാക്കിയിട്ടുണ്ട്. മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപന പ്രസംഗത്തിലെ ഖണ്ഡിക 16-ലെ അവസാന വാചകം ഇപ്രകാരമാണ്: നികുതി വിഹിതവും ധനകാര്യ കമ്മീഷൻ ഗ്രാന്റുകളും സംസ്ഥാനങ്ങളുടെ ഭരണഘടനാപരമായ അവകാശങ്ങളാകുന്നതും ഔദാര്യമല്ലാത്തതും ഈ ചുമതല ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഭരണഘടനാ സ്ഥാപനങ്ങൾക്ക് മേലുള്ള ഏതൊരു സമ്മർദ്ദവും ഫെഡറൽ തത്വങ്ങളെ ദുർബലപ്പെടുത്തുന്നതുമാണ്. ഉദ്ധരണി അവസാനിച്ചു. ഈ വാചകം അതേ രീതിയിൽ വായിച്ചു. എന്നാൽ ഈ വാചകത്തിനൊപ്പം ഉദ്ധരണി എൻ്റെ സർക്കാർ കരുതുന്നു, ഉദ്ധരണി അവസാനിച്ചു എന്ന് ബഹുമാനപ്പെട്ട ഗവർണർ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അതിയുടെ വിശദമായ വിവരങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. സെയ്ഫ് സൈൻലാബ്ദീൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി. സെയ്ഫ, ഇന്നിപ്പോൾ സഭയിൽ നടന്ന കാര്യങ്ങളെ എങ്ങനെയാണ് നമ്മൾ വിലയിരുത്തേണ്ടത്? എന്തൊക്കെ കുട്ടലും വെട്ടലുകളുമാണ് ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടായത്? എന്താണ് ലോക് ഭവന്റെ വിശദീകരണം? രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാനത്തെ നയപ്രഖ്യാപന പ്രസംഗമാണ് ഇന്ന് നിയമസഭയിൽ നടന്നത്. രാവിലെ 9 മണിയോടുകൂടി തന്നെ ഗവർണർ രാജേന്ദ്ര അർലേക്കർ നിയമസഭയിൽ എത്തുകയും നയപ്രഖ്യാപന പ്രസംഗവുമായി ബന്ധപ്പെട്ട അതിന്റെ നടപടിക്രമങ്ങളിലേക്ക് സഭ കടക്കുകയും ചെയ്തു.
നേരത്തെ മന്ത്രിസഭാ യോഗം അംഗീകരിച്ച നയപ്രഖ്യാപന പ്രസംഗത്തിലെ ചില ഭാഗങ്ങളിൽ സംശയങ്ങൾ ചോദിക്കുകയും അത് വായിക്കുമോ ഇല്ലയോ എന്നുള്ള ആകാംക്ഷ അടക്കം നിലനിന്നിരുന്നു. കേന്ദ്ര സർക്കാരിനെതിരായ വിമർശനങ്ങളടക്കം വായിക്കുമോ ഇല്ലയോ എന്നുള്ള ചോദ്യം നിലനിന്നിരുന്നു. ഇന്ന് നയപ്രഖ്യാപന പ്രസംഗം ആരംഭിച്ചപ്പോൾ തന്നെ അതിൽ ഉടനീളം നമുക്ക് കാണാൻ കഴിഞ്ഞത് 1 മണിക്കൂർ 51 മിനിറ്റും എടുത്താണ് നയപ്രഖ്യാപന പ്രസംഗം പൂർത്തീകരിച്ചത്. അതിൽ ഉടനീളം കാണാൻ കഴിഞ്ഞത് സംസ്ഥാന സർക്കാർ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ്. ഈ കഴിഞ്ഞ 5 വർഷത്തെ അല്ല, ഒരുപക്ഷെ ആദ്യ പിണറായി സർക്കാർ തൊട്ട് ഇതുവരെയുള്ള 9.5-10 വർഷത്തോടടുക്കുന്നു. അത്രയും നാളത്തെ വികസന പ്രവർത്തനങ്ങൾ, സംസ്ഥാനത്ത് എന്തൊക്കെയാണ് വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കിയത്, ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്, അടുത്ത വർഷം എന്തിനാണ് ഊന്നൽ നൽകുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ അതിൽ കൃത്യമായി തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു. IT മേഖലയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. അതുപോലെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും ക്ഷേമ പ്രവർത്തനങ്ങൾ കൃത്യമായി നടത്തുന്നു എന്ന് ഗവർണർ രാജേന്ദ്ര അർലേക്കർ നയപ്രഖ്യാപന പ്രസംഗത്തിൽ വായിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ IT വ്യവസായവുമായി ബന്ധപ്പെട്ട് മറ്റു വ്യവസായങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം കൃത്യമായി തന്നെ നടന്ന് പോകുന്നുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അടക്കം എല്ലാം കേരളത്തിലുടനീളമുള്ള എല്ലാ മേഖലകളിലും സംസ്ഥാന സർക്കാർ കാര്യക്ഷമമായി ഇടപെടുന്നു എന്നുള്ളതാണ് നയപ്രഖ്യാപന പ്രസംഗത്തിൻ്റെ ഒരു ആകത്തുകയായി നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതിൽ ചില കേന്ദ്ര വിമർശനങ്ങൾ അദ്ദേഹം ഇന്ന് വായിക്കുകയുണ്ടായി. അത് സാമ്പത്തികമായി ഞെരുക്കുന്നതുമായി ബന്ധപ്പെട്ട ചില ചെറിയ വിമർശനങ്ങൾ, കേന്ദ്രത്തിനെതിരായ ചെറിയ വിമർശനങ്ങൾ വായിക്കുകയുണ്ടായി. 1 മണിക്കൂർ 51 മിനിറ്റും കഴിഞ്ഞപ്പോൾ നയപ്രഖ്യാപന പ്രസംഗം അവസാനിച്ചു. മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ സ്പീക്കറും പാർലമെൻ്ററി കാര്യമന്ത്രി MB രാജേഷ്, ഇവർ 3 പേരും ചേർന്നാണ് ഗവർണറെ യാത്രയക്കാൻ വേണ്ടി നിയമസഭയുടെ അടുത്തേക്ക് പോയത്. അദ്ദേഹത്തെ കയറ്റി വാഹനത്തിൽ വിട്ട ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ സീറ്റിൽ വന്നിരുന്നു കൊണ്ട് ഒരു പേപ്പർ കയ്യിലെടുത്ത് അദ്ദേഹം വായിക്കുകയുണ്ടായി. അതാണ് ഇന്ന് നിയമസഭയിൽ കണ്ട അസാധാരണമായ ഒരു നീക്കം. അദ്ദേഹം വായിച്ചത് മന്ത്രിസഭ അംഗീകരിക്കുന്ന നയപ്രഖ്യാപന പ്രസംഗമാണ് സാധാരണഗതിയിൽ ഗവർണർ വായിക്കേണ്ടത്. പക്ഷേ ഇന്നിപ്പോൾ ഗവർണർ രാജേന്ദ്ര അർലേക്കർ മന്ത്രിസഭ അംഗീകരിച്ച ഭാഗങ്ങളിൽ ചിലത് ഒഴിവാക്കുകയും ചിലത് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ഖണ്ഡിക 15, 15ാമത്തെ ഖണ്ഡിക, 16ാമത്തെ ഖണ്ഡിക, 12ാമത്തെ ഖണ്ഡിക, ഈ 3 ഖണ്ഡികകൾ അദ്ദേഹം ഒഴിവാക്കിയിട്ടുണ്ട് എന്നാണ് അതിൽ കൃത്യമായി തന്നെ പറയുന്നത്. 12ാമത്തെ ഖണ്ഡികയിൽ സാമ്പത്തിക ഞെരുക്കവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. കേന്ദ്രം സാമ്പത്തികമായി ഞെരുക്കുന്നത് കൊണ്ട് സംസ്ഥാനത്ത് കൃത്യമായി വികസന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ കഴിയുന്നില്ല, അതിൻ്റെ ഇതുവരെ നടത്തിക്കൊണ്ടുവന്ന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല എന്നടക്കമുള്ള ഭാഗങ്ങൾ അദ്ദേഹം ഒഴിവാക്കി. പിന്നീടുള്ളത് 15ാമത്തെ ഖണ്ഡികയാണ്. 15ാമത്തെ ഖണ്ഡികയിലാണ് ബില്ലുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. നിയമസഭ പാസ്സാക്കുന്ന ബില്ലുകളിൽ ഗവർണർ ഒപ്പിടുന്നില്ല. തുടർന്ന് സുപ്രീം കോടതിയെ സമീപിക്കേണ്ടി വന്നു. അത് സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിന് വിട്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു കാര്യം അതിനകത്ത് സൂചിപ്പിക്കുന്നുണ്ട്. അത് അദ്ദേഹം വായിച്ചില്ല. പിന്നീട് 16ാമത്തെ ഖണ്ഡികയിൽ പറയുന്ന ഫെഡറൽ തത്വങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഫെഡറലിസം എന്താണ്, ഒരു ഫെഡറൽ സ്റ്റേറ്റിൽ എങ്ങനെയാണ് മറ്റ് സംസ്ഥാനങ്ങളെ കാണേണ്ടതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ അതിനകത്ത് ഉൾക്കൊള്ളിച്ചിരുന്നു. അതും വായിച്ചില്ല. അതുകൊണ്ട് ഈ മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപന പ്രസംഗമാണ് യഥാർത്ഥ നയപ്രഖ്യാപന പ്രസംഗം എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി ഇരുന്നു. അപ്പോൾ തന്നെ സ്പീക്കർ തൻ്റെ റൂളിംഗ് വായിച്ചു. അദ്ദേഹം പറഞ്ഞത് മന്ത്രിസഭ അംഗീകരിക്കുന്ന നയപ്രഖ്യാപന പ്രസംഗം തന്നെയാണ് യഥാർത്ഥ നയപ്രഖ്യാപന പ്രസംഗം. അതുകൊണ്ട് ഗവർണർ കൂട്ടിച്ചേർത്തതോ ഗവർണർ ഒഴിവാക്കിയതോ ഒന്നും നയപ്രഖ്യാപന പ്രസംഗത്തിൻ്റെ ഭാഗമായിട്ട് കാണില്ല. യഥാർത്ഥ നയപ്രഖ്യാപന പ്രസംഗം അത് മന്ത്രിസഭ അംഗീകരിച്ചതാണെന്ന് പറഞ്ഞുകൊണ്ട് അത് അംഗീകരിക്കുകയാണ് ചെയ്തത്. വൈകിട്ടോടുകൂടി ലോക്ഭവനിൽ നിന്നൊരു വിശദീകരണം വരുന്നുണ്ടായിരുന്നു. അസത്യവും മറ്റുമാണ് അവിടെ നിന്ന് പ്രചരിക്കുന്നത്. ഈ നയപ്രഖ്യാപന പ്രസംഗവുമായി ബന്ധപ്പെട്ട് നയപ്രഖ്യാപന പ്രസംഗം അയച്ചു തന്നപ്പോൾ തന്നെ ചില ഭാഗങ്ങളോടുള്ള വിയോജിപ്പ് താൻ രേഖപ്പെടുത്തിയിരുന്നു. അപ്പോൾ തന്നെ അത് മാറ്റി തിരുത്തി അയക്കാമെന്ന് സംസ്ഥാന സർക്കാർ പറഞ്ഞു. ഇന്നലെ രാത്രി 12 മണിയോടുകൂടിയാണ് താൻ ലോക്ഭവനിൽ എത്തുന്നത്, കോഴിക്കോട് ഒരു പരിപാടി കഴിഞ്ഞ് എത്തുന്നത്. പക്ഷേ സംസ്ഥാന സർക്കാർ അത് മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് താൻ വായിച്ചില്ല എന്ന വിശദീകരണമാണ് അദ്ദേഹം നൽകുന്നത്. പിന്നീട് സുപ്രീം കോടതിയിൽ പോയതും ഭരണഘടനാ ബെഞ്ചിന് വിട്ടതും എന്ന് പറയുന്നതിന് അസംബന്ധമാണ്, അത് അസത്യമാണ് എന്നുകൂടി അദ്ദേഹം ഈ മറുപടി കത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെ സംസ്ഥാന സർക്കാരിൻ്റെ വാദങ്ങൾ മുഴുവൻ തള്ളിക്കൊണ്ടാണ് ഒരു വിശദീകരണ കുറിപ്പ് ലോക്ഭവനിൽ നിന്ന് പുറത്ത് ഇറങ്ങിയിരിക്കുന്നത്. ഇനി തെരഞ്ഞെടുപ്പിന് ഏതാണ്ട് 2.5 മാസമുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. പുതിയൊരു പോർമുഖം ഗവർണർ രാജേന്ദ്ര അർലേക്കർ സർക്കാരിന് മുന്നിൽ തുറന്നിടുകയാണോ എന്നുള്ള ചോദ്യം നിലനിൽക്കുന്നുണ്ട്. ഇനിയും ഈ നിയമസഭ കുറച്ച് ബില്ലുകൾ ചിലപ്പോൾ പാസ്സാക്കി അദ്ദേഹത്തിലേക്ക് അയച്ചേക്കാം. അദ്ദേഹം തെരഞ്ഞെടുപ്പിന് മുമ്പ്, വിജ്ഞാപനത്തിന് മുമ്പ് അത് ഒപ്പിടുമോ എന്നുള്ളത് നോക്കിക്കാണേണ്ട കാര്യമാണ്. അങ്ങനെ പുതിയൊരു പോർമുഖം ഗവർണർ തുറന്നിടുകയാണെങ്കിൽ അതിനെ നേരിടാൻ തന്നെയായിരിക്കും സംസ്ഥാന സർക്കാരും തീരുമാനിക്കുന്നത്.
സൈഫ് സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ഗവർണറും സർക്കാരും തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ നമ്മൾ കണ്ടതാണ്. ഇപ്പോഴിതാ ഇങ്ങനെയൊരു സംഭവം ഇന്നിപ്പോൾ സഭയിൽ ഉണ്ടായിരിക്കുന്നു. അപ്പോൾ അടുത്ത ഒരു പോരിന് വഴി തെളിയിക്കുകയാണോ, വഴിവെക്കുകയാണോ ഈ ഒരു സംഭവം എന്നൊക്കെ കണ്ടറിയേണ്ടിയിരിക്കുന്നു. വിവരങ്ങളാണ് സൈഫ് സൈൻ ലാബ്ദീൻ നൽകിയത്.